ഹായ് ഫ്രണ്ട്സ്, പ്രിയ സെൻസറി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഇത്തിരി ദേഷ്യത്തിലാണ്. എന്താണെന്നല്ലേ ദേഷ്യത്തിൻ്റെ കാരണം അറിയണോ? അതറിയേണ്ട കാര്യം തന്നെ കേട്ടോ. ഞാൻ നിങ്ങളിൽ ഓരോ വീട്ടമ്മമാരോടും പറയാറുണ്ട്, വീട്ടിലൊരു 10 കോഴിയെ വളർത്ത്, 10 മുട്ട, ഒരു വീട്ടിലൊരു 5 കോഴി, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇറച്ചി നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. എത്ര ജോലി തിരക്കുള്ളവരാണെങ്കിലും, എത്ര രാവിലെ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നിർബന്ധമായിട്ട് പറയുക, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു കടയിൽ പോയി നമ്മൾ കോഴിയെ ഇറച്ചി ആവശ്യത്തിന് മേടിക്കാമെന്ന് വിചാരിച്ചോ, ആ തൂക്കത്തിൽ തന്നെ നമ്മൾ എന്തോരം തട്ടിപ്പ് നടത്തും അവരല്ലേ? ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? തൂക്കത്തിൽ തട്ടിപ്പില്ലേ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പോയി മേടിക്കുമ്പം നമുക്കറിയാം ആ തൂക്കത്തിലെ തട്ടിപ്പ് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മുടെ വീട്ടിലെ ഒരു കോഴിയെ നമ്മൾ തൂക്കി അത് ഇറച്ചി എടുത്താൽ എത്രമാത്രം നമ്മുടെ വീട്ടിൽ തന്നെ എടുത്താൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതും പുറത്ത് പോയി മേടിക്കുമ്പോഴത്തതും നമുക്കത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കോഴിയുടെ വിലക്കയറ്റം കണ്ടോ? എനിക്കതാണ് ദേഷ്യം വരുന്നതെന്ന് പറഞ്ഞത്. കാരണം കോഴിക്ക് നല്ല വിലയായി, കോഴി ഇറച്ചിക്ക് നല്ല വില. പക്ഷെ നമുക്ക് ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോഴി ഇല്ലാതെ നമ്മുടെ ഒരു വീട് കടന്നു പോവോ? ഇല്ല, എല്ലാ വീട്ടിലും വേണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത്തിരി കോഴി ഇറച്ചി ഇല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്കൊരു പൂർണ്ണതയില്ലാത്ത പോലാണ് നമ്മുടെ അവസ്ഥയല്ലേ? ആ സ്ഥിതിക്ക് വീട്ടിലൊരു 5-6 കോഴിയെ വളർത്തിയ ഓരോ വീടുകളിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. എല്ലാ വീട്ടിലും ആയ അത്യാവശ്യം മുട്ടയും അത്യാവശ്യം കോഴിയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലേ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്ത് പറയല്ല. ഇപ്പോൾ നമ്മുടെ സർക്കാർ നമുക്കതിനുള്ള എന്താ പറയുക, ഒരു വീട്ടിൽ ഒരു 10 കോഴിയൊക്കെ വളർത്തണം വീട്ടമ്മമാരെന്നുള്ള രീതിയിൽ നമ്മുടെ സർക്കാർ അതിനൊക്കെ വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ഗ്രാമസഭ വഴിയൊക്കെ കോഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. കോഴിയൊക്കെ കൊടുക്കുമ്പോൾ അതൊന്നും നമ്മൾ 10 പൈസ പോലും കൊടുക്കണ്ട, അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. ഞാൻ പറയും കോഴിയെ വളർത്താൻ പറയുമ്പോൾ ഞാനില്ലാതെ വെറുതെ ഇരിക്കുന്ന പല വീട്ടമ്മമാരും ഉണ്ട്. ആ പല വീട്ടമ്മമാരും പറയുന്നത്, എൻ്റെ ഈ കോഴിയെ മേടിക്കാനൊന്നും പൈസയില്ല, ഞാൻ എന്ത് ചെയ്യും? ഗ്രാമസഭ വഴി ഞാൻ പറഞ്ഞു തരാം എളുപ്പമാർഗം നിങ്ങൾക്ക്. ഗ്രാമസഭ വഴി നമ്മുടെ സർക്കാർ നമുക്ക് കോഴിയെ നൽകുന്നുണ്ട് സ്ത്രീകൾക്ക്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗ്രാമസഭയൊക്കെ ഉള്ളപ്പോൾ അതിന് പോയിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 10 കോഴി ഒരു വീട്ടിലേക്ക് ഗ്രാമസഭ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല മാർഗ്ഗമാണ് കോഴിയെ നമ്മുടെ വീട്ടിലെത്തിക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു വീട്ടിലൊരു 10 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ അതൊരു കുഞ്ഞു വരുമാനമാണ്. ഞാൻ പറയാം, എനിക്കിവിടെ ഉണ്ടല്ലോ ഒരു 10-70 കോഴിയോളം ഇപ്പോൾ ഉണ്ട്. ആ 70 കോഴികളുണ്ടെന്ന് പറഞ്ഞാൽ ആ 70 കോഴിയിൽ നിന്നും എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. BB380 നമ്മുടെ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല, അവരിൽ നിന്ന് നമുക്ക് വരുമാനം വന്നിട്ടില്ല. അപ്പം മറ്റവരുടെ അതായത് മറ്റവരുടെ വരുമാനത്തിൽ നിന്നാണ് ഈ BB380 ഞാനിപ്പോൾ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് നഷ്ടമില്ല. 2 പേരെയും തീറ്റ ചെലവിനുള്ള പൈസ ഇവർ തന്നെ എനിക്ക് തരുന്നുണ്ട്. പിന്നീട് ഒരു ഉപകാരം കൂടുണ്ട്, പരിസരത്തൊന്നും എൻ്റെ വേസ്റ്റ് ഇല്ല. കാരണം വീട്ടിലെ അഴുക്കും പുഴുക്കും ഒക്കെ കൊണ്ട് അവിടെ ഇവിടെ ഇടുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എൻ്റെ പരിസരത്ത് വേസ്റ്റ് ഇല്ല. സത്യമായിട്ട് എൻ്റെ വീട്ടിലെ വേസ്റ്റ്, നമ്മൾ വീട്ടിലെ അടുക്കള വേസ്റ്റ് അല്ലേ കൂടുതലും കൊണ്ട് പരിസരത്ത് ഇടുന്നത്. അങ്ങനെ പരിസരത്തൊന്നും എൻ്റെ വേസ്റ്റ് ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുണ്ട്, ഇവർക്കത് ഞാനത് ഒന്നല്ലാത്ത ഒന്ന് രീതിയിലാക്കി ഇവരെ തന്നെ എൻ്റെ കോഴികൾക്ക് തന്നെ കൊടുത്ത് അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചോദിക്കും, കോഴികളുടെ കാഷ്ടം വേസ്റ്റായി മാറുന്നില്ല എന്ന്. കോഴികളുടെ കാഷ്ടവും എനിക്ക് വേസ്റ്റായി മാറുന്നില്ല. അപ്പം എന്താ പറയുന്നത്, ഒരു റൊട്ടീൻ പോലെ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഹാരത്തിൻ്റെ വേസ്റ്റ് വരുന്നത് കോഴികൾക്ക് കൊടുക്കുന്നു, കോഴികളുടെ വേസ്റ്റ് എടുത്ത് ഞാനത് പച്ചക്കറിയിലേക്ക് ഉപയോഗിക്കുന്നു, പച്ചക്കറിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നു. ആ പച്ചക്കറി എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലേക്ക് കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. ഇപ്പം അമിതമായിട്ട് പച്ചക്കറിയില്ല, അതിനു വേണ്ടി നടാനുള്ളതെല്ലാം സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോഴിക്കാഷ്ടമൊക്കെ ഞാനിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉണക്കിയൊക്കെ വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പച്ചക്കറി വീണ്ടും എന്തായിട്ട് ചെല്ലും? അത് കോഴികളിലേക്ക് തന്നെ ചെല്ലും. നമ്മുടെ ഫുഡിൻ്റെ ബാക്കി വരുന്ന കോഴികൾക്ക്. അപ്പം എന്താ പറയുക, ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റും കൂടെ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി നമുക്ക് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം ഞാൻ ഉള്ളതുപോലെ പറയാം, നമ്മൾ ഈ നിസ്സാരമായ ഒരു കാര്യമാണ് നമ്മുടെ മന്ത്ലി ലേഡീസ് ഉള്ള ഒരു വിഷയം. ആ വിഷയത്തിന് നമുക്കൊരു പാഡ് മേടിക്കണമെങ്കിൽ വരെ മറ്റുള്ളവരെ ഡിപ്പെൻഡബിൾ ആവേണ്ട വരും ചില സാഹചര്യത്തിൽ, ഇല്ലേ? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. അങ്ങനെ പോലും അതിന് വരെ ഡിപ്പെൻഡബിൾ ആവാതെ നമുക്കിരിക്കാൻ പറ്റും, അല്ലേ?
50 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ടാകും, ഉറപ്പ് ഞാൻ പറയുന്നു. 10 കോഴിയെ നിങ്ങളുടെ വീട്ടിൽ വളർത്ത്. നിങ്ങളുടെ അതായത് ലേഡീസ്, ഞാനത് കളിയാക്കി പറയുന്നൊന്നും അല്ല കേട്ടോ, ഒരിക്കലും. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ വാ, മുന്നോട്ട് വരൂ വരൂ വരൂ. നമ്മളെ പക്ഷെ കളിയാക്കും കേട്ടോ, ഒരുപാട് പേര് നമ്മളെ കളിയാക്കും. നമ്മുടെ പരിസരമൊക്കെ വൃത്തികേടാ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് കോഴി നിൽക്കുന്നു, ഇതൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നവരുണ്ടാകും. കളിയാക്കുന്നവർ അവിടെ ഇരുന്ന് കളിയാക്കട്ടെ. എന്നെ കളിയാക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കളിയാക്കുന്നവർക്ക് കളിയാക്കിക്കൊണ്ടേയിരിക്കും. അവരുടെ വാ കൊണ്ട് അവർ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പം ആർക്ക് പോയി? അവർക്ക് കുറച്ച് നേരം നമ്മളൊരു സബ്ജക്റ്റായിട്ട് മാറും കളിയാക്കാൻ, അല്ലെ നമ്മളെപ്പറ്റി സംസാരിക്കാനോ. അതിലൂടെ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഒരിക്കലും ഒരു നഷ്ടവും. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ 10 കുറ്റം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നഷ്ടവും സംഭവിക്കത്തില്ല. കാരണം ഞാനിതൊക്കെ ചെയ്യുന്നതിന് അവർക്ക് അവിടെ ഇവിടെ ഇരുന്ന് കുറ്റം പറയാനേ കഴിയുള്ളൂ. അവർക്കിതിനെയൊന്നും നോക്കി നടത്താൻ കഴിയില്ല, അല്ലെ ഇതിനെയൊന്നും വളർത്താൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറ്റം പറയുന്നവർ അവിടെ ഇരുന്ന് പറയും. അങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ ചിലരുണ്ടേ, നമ്മൾ എന്ത് പറഞ്ഞാലും പറയും, അയ്യോ അത് മറ്റുള്ളവർ കളിയാക്കും, നാണക്കേടാ നാണക്കേടാ, അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മുന്നോട്ട് വന്ന് നമുക്ക് വേണ്ടി, അതായത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ പാഷനും അനുസരിച്ച് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. എനിക്ക് സത്യം പറയാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, ഞാനത് വിളിച്ച് പറയുമ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റായി മാറും, അല്ലെങ്കിൽ ആൾക്കാർ എന്നിലെ എന്താ പറയുക അങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്നുള്ളൊരു ഇൻസെക്യൂറും. കാരണം ഞാനും ഒരു നാട്ടിൻപുറത്തുകാരത്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇൻസെക്യൂർ എനിക്കുള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും പറയാൻ നാവ് പൊങ്ങിയിട്ട് ഞാനത് ഒതുക്കി വെക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ ഫയറുണ്ട്. എനിക്ക് കഷ്ടപ്പെട്ട് നേടണം, എനിക്ക് വിജയിക്കണം, എനിക്ക് ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പായണം, എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എനിക്ക് എത്തണം എന്നൊരു ബോധം എനിക്കുണ്ട് കേട്ടോ. സത്യം, എനിക്കങ്ങനെ ഒരു ബോധമുണ്ട്. ആ ബോധമുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ എനിക്ക് നോക്കുമ്പം ദിവസങ്ങൾ ചെല്ലുന്തോറും എനിക്ക് വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ തളർത്താൻ പലരും ശ്രമിക്കുമ്പോഴും തളരാൻ ഞാൻ ഇരുന്ന് കൊടുക്കാറില്ല. തളർത്തുന്നവർ അവിടെ ഇരുന്ന് തളർത്താൻ പറയുന്ന ആൾക്കാർ അവരെന്നും തളർത്താൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തളരാൻ ഇരുന്ന് കൊടുക്കുമ്പോഴാണ് നമ്മൾ തോറ്റു പോകുന്നത്. ജീവിതത്തിലൊരു ലക്ഷ്യവും വിജയവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. നമ്മൾ നോക്കട്ടെ, ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണെന്നറിയാം, നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടോ എന്നത് മാത്രം നോക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയേ ചെയ്യരുത്. ഞാനിത് പറയാനൊരു കാരണം, എനിക്ക് സത്യം പറഞ്ഞാൽ കോഴിയൊക്കെ ഒരു സബ്ജക്റ്റാക്കി ഞാനിവിടെ കൊണ്ടുവന്നേ ഉള്ളൂ. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. എന്നെ അടുത്തറിയുന്ന ഒരാൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷെ ആ ആൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, പറയും അയ്യോ നാട്ടുകാരറിയും, നാണക്കേടാ, ഇതെങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് തുറന്ന് പറയും. അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്, എന്താ പറയുന്നേ, ഇതൊന്നും ശരിയല്ല. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കൂ. മറ്റുള്ളവരെ ഇങ്ങനെ ചിന്തിക്കാനും, മറ്റുള്ളവയോ അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞേ, ഞാൻ ആ പാഡിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ അടി വന്ന് ഒരുപാട് പേരെന്നെ കമൻറ്റിലൂടെ കളിയാക്കുമായിരിക്കും. പക്ഷെ അതൊന്നും കളിയാക്കിയാലും എനിക്കൊരു വിഷയമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എത്ര പേരുണ്ട് ഒരു എന്താ പറയുക വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന എത്ര പേരുണ്ട് സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു പാഡ് വാങ്ങിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവർ എങ്ങനെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു പാഡ് മേടിക്കും? അപ്പം കെട്ടിയോൻ്റെ ഒക്കെ പോക്കറ്റിൽ നിന്ന് തന്നെ കൈയിടും അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മമാരോട് ചോദിക്കേണ്ടി വരും. പോട്ടെന്നേ, വേണ്ട, അങ്ങനെ ഒന്നും എടുക്കേണ്ട വരത്തില്ല. 10 കോഴിയുണ്ട് 9 രൂപ വെച്ചൊരു മുട്ടയ്ക്ക് കിട്ടിയാലെന്ന് പറഞ്ഞാലും 10 കോഴിയുണ്ട് എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടും? ഒരു മാസത്തേക്ക് തന്നെ 50 രൂപ അതിനെടുക്കാനെങ്കിലും ഉള്ളത് കിട്ടുമല്ലോ. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ. അതൊന്നും അല്ല എനിക്ക് കിട്ടുന്ന ലാഭം കേട്ടോ. എനിക്ക് നല്ല ലാഭമാണ്. കോഴിയെ വളർത്തുന്നതിലൂടെ എനിക്ക് നല്ല ലാഭമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ചെയ്യേ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും മുന്നോട്ട് വരിക. ഞാൻ പറഞ്ഞത് ഇന്ന് ഇത്തിരി കൂടിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ
പറയാൻ കഴിയാതെ പോകുന്ന അതാണ്. അത് കുറച്ചൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പം എന്താ പറയുന്നത്, ഒരു ഫയർ ഇങ്ങനെ ഒരു മനസ്സിലൊരു എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാവരും മുന്നോട്ട് വരണം, ഓരോരുത്തരും മുന്നോട്ട് വരണം, ജീവിതത്തിൽ അവനവൻ്റെതായ രീതിയിൽ കഷ്ടപ്പെട്ട് 10 പൈസ അതൊരു പക്ഷേ ഞാൻ കുഞ്ഞുനാളെന്ന് തൊട്ടേ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളായതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത് കേട്ടോ. ഞാൻ കൊച്ചുനാളെന്ന് തൊട്ടേ ജോലി ചെയ്ത് എൻ്റേതായ രീതിയിൽ പൈസ കണ്ടെത്തുകയും വീട്ടിലേക്ക് ചിലവാക്കുകയും എൻ്റെ വീടും എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂടപ്പറപ്പുകളെയും പഠിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്ത ഒരാളായതുകൊണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു തീ വന്നിട്ട് ഞാൻ ചില വീഡിയോക്കകത്തോട്ട് ചെറുതായിട്ടൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഒരു പക്ഷേ ഞാൻ അങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഇന്നും. അതുകൊണ്ട് എന്താ പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു സ്ഥാനവും വിലയും നിലയും ഒക്കെ ഉണ്ട്. അവരുടെ അടുത്ത് എന്തൊക്കെ എൻ്റെ കേക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് പറഞ്ഞാലും കേൾക്കാതെ അവർ അഭിമാനത്തോടെ എന്നെ പറ്റി പറയും. എൻ്റെ കുടുംബം ഞങ്ങളുടെ വീട് നോക്കിയതാ, അല്ലെങ്കിൽ ഞങ്ങളെ പൊന്നുപോലെ നോക്കിയതാന്ന് അതിൻ്റെ ആങ്ങളെയാണേലും അനിയത്തിയാണേലും എൻ്റെ അച്ഛനാണേലും അമ്മയാണേലും പറയും. അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ് ഞാനെന്ന്. അത് എത്ര എന്നെ അവർ കളിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ കേൾക്കാതെ അവർ 100-ൽ 101% അവർ പറയും ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണെന്ന്. കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ളൂ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചത്, അതിനു മുമ്പ് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞുനാളെന്ന് തൊട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മുടെ വീട് കുടുംബം അങ്ങനെയുള്ള ചിന്താഗതികളോട് മൂടി മാത്രം ജീവിച്ച ഒരാളായതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേൽ എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരും എന്നെപ്പോലെ ആവട്ടെ, നല്ല രീതിയിൽ വരട്ടെ, നല്ല വളർന്ന് വരട്ടെ എന്നൊക്കെ ഞാൻ ഈ ചിന്തിക്കുന്നത്. ആർക്കെങ്കിലും സങ്കടമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉണർവ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അതിപ്പോൾ കോഴിയെന്ന് തന്നെയല്ല, ഒരു തയ്യൽ മെഷീൻ മേടിച്ചിട്ട് ഒന്ന് തയ്യൽ പഠിച്ചിട്ട് ഒരു ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്നതിന് ഇപ്പം 350 രൂപയാണോ. ആരെങ്കിലുമൊക്കെ ചെയ്യണോ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ, മുന്നോട്ട് വാ, വീട്ടിൽ ചുമ്മാതിരിക്കരുത്. കാരണം ഞാൻ ഒരുപാട് പേരെ അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. വീട്ടിൽ ഒന്നിനും ജോലിക്ക് ഇറക്കി വിടില്ല, പെരയ്ക്കകത്ത് തന്നെ ഇരുന്നിട്ട് ഈ ഫോണും തോണ്ടി മുഷിഞ്ഞിരുന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് നിവൃത്തി. അങ്ങനെ ഇരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. എൻ്റെ ഈ കുഞ്ഞു ഉപദേശം ഒന്ന് കേൾക്കൂ, ഒന്ന് ചെവിക്കൊള്ളു, നിങ്ങൾക്ക് തന്നെ പ്രയോജനം ചെയ്യും.